കോഴിക്കോട് ബാലുശ്ശേരിയിലെ വേട്ടയ്ക്കൊരു മകൻ പരദേവതാ ക്ഷേത്രത്തിൽ നടന്ന സ്വർണ്ണ കവർച്ചയിൽ പ്രതിഷേധം ശക്തം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിൽ നിന്ന് 20 പവനോളം സ്വർണ്ണമാണ് നഷ്ടമായത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം. അതേസമയം കവർച്ച നടത്തിയ സ്വർണം ഇന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ തിരിച്ചെത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലബാർ ദേവസ്വം ഭാരവാഹികൾ. വിവരങ്ങളുമായി ശിവദാസ് കന്മനം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശിവദാസ്, ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തുടനീളം ശക്തമാകുന്നതിനിടെയാണ് ഈ കോഴിക്കോട് നിന്ന് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. ബാലുശ്ശേരിയിലെ വേട്ടയ്ക്കൊരു മകൻ പരദേവതാ ക്ഷേത്രത്തിൽ നടന്ന സ്വർണ്ണ കവർച്ചയിൽ പ്രതിഷേധം ശക്തമാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ശിവദാസ്, എന്താണ് അവിടെ സംഭവം? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഒരു കവർച്ചയാണ് നമുക്കറിയാം ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഒരു സ്വർണ്ണ കവർച്ചയാണ് നടന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റു പല ക്ഷേത്രങ്ങളിലെയും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും ഇതുപോലെ തന്നെ കവർച്ചകളും അടക്കമുള്ളവ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, നമ്മൾ കാണുന്ന ഈ ദൃശ്യം ബാലുശ്ശേരിയിലെ വേട്ടയ്ക്കൊരു മകൻ പരദേവതാ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ കഴിഞ്ഞ 2016 മുതൽ ഇവിടെ കാണിക്കയായി സമർപ്പിച്ച സ്വർണവും അതോടൊപ്പം തന്നെയുള്ള മറ്റു ഉരുപ്പടികളും ഒന്നും തന്നെ കാണാനില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നിലവിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെയായിട്ടും ഈ ഏകദേശം 20 പവനോളം സ്വർണ്ണമാണ് ഇവിടെ നിന്നും നഷ്ടമായിരിക്കുന്നത്. ആ സ്വർണം ഇതുവരെ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഭക്തർ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി സമർപ്പിക്കുന്ന അതിന് മൂല്യമില്ല. ഇവിടെ ഭരിക്കുന്ന ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നമ്മളെ ദൃശ്യങ്ങളാണ്. വലിയ തർക്കമാണ് ഇവിടെ നടക്കുന്നത്. രാഖി, ശിവദാസ്, അവിടെ ഭക്തരും ഈ ക്ഷേത്ര ഭാരവാഹികളും തമ്മിലുള്ള തർക്കത്തിന്റെ ദൃശ്യങ്ങളാണോ നമ്മളിപ്പോൾ കാണുന്നത്? അവർ ഭക്തരാണ് അല്ലേ? അതെ, തീർച്ചയായും അത്തരത്തിൽ ഭക്തരാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു തർക്കവുമായി ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിലെ ഭാരവാഹികളുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രതികരണം കൂടി ആരായം ശിവദാസ്? ഒന്നും തന്നെ ഇതുവരെ എത്തിക്കാൻ തീർച്ചയായും അവരുടെ പ്രതികരണം നമുക്ക് ലഭിക്കും. ഇപ്പോഴും തർക്കം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇന്ന് ഈ സ്വർണം എത്തിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെ സ്വർണം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് യഥാർത്ഥത്തിലുള്ള വസ്തുത? വലിയൊരു തട്ടിപ്പ് തന്നെയല്ല? വലിയ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. 20 പവന്റെ സ്വർണ്ണം ഇവിടുന്ന് പോയിട്ടുണ്ട്. എന്നിട്ട് ഇവര് ആ കട്ട് കൊണ്ടുപോയ ആളെ കാത്തുകയാണ്. 12 മണിക്കുള്ളിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പരാതി ഇല്ല എന്നാണ് പറയുന്നത്. പരാതി കൊടുക്കാതെ നമ്മൾ വിടുന്നില്ല അദ്ദേഹത്തെ. അങ്ങനെയല്ലല്ലോ, ഇത് ദേവന്റെ സ്വത്തല്ലേ. ദേവന്റെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ, അത് സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളാണല്ലോ. ഭക്തർ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് സമർപ്പിച്ചിട്ടുള്ള സംഭവമാണ്. ഇവിടെ ഇന്നലെ ഒരു ചേച്ചി വന്ന് പറഞ്ഞിട്ടുള്ളത്, ഞാൻ വാങ്ങിച്ചു കൊടുത്ത നെക്ലേസ് ഒരിക്കൽ പോലും ഈ ദേവന് അണിയിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ ആരാ ഇതൊക്കെ കട്ടുകൊണ്ടുപോകുന്നതെന്ന് അറിയണല്ലോ. 20 പവൻ എന്നൊക്കെ ഇവര് പറയുന്ന കണക്കാണ്. അതും കണക്കിൽപ്പെട്ട സംഭവം. കണക്കിൽ പെടാത്തത് എത്ര ഉണ്ട് എന്ന് പറയണല്ലോ നമുക്ക്. ഇതിനൊക്കെ ഒരു അന്വേഷണം വേണമല്ലോ. കൃത്യമായ ഒരു കണക്ക് ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. കൃത്യമായ കണക്ക് പുറത്തു വിട്ടിട്ടില്ല. ഇവര് പുറത്തു വിട്ടിട്ടില്ല. ഇനി എന്ത് ചെയ്യാനാണ്? നമ്മളിത് ആദ്യം ഇവര് ദേവസ്വത്തിന്റെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ നിർബന്ധമായിട്ട് പരാതി കൊടുക്കണം. ഞങ്ങൾ ഇന്നലെ ഒരു പരാതിയായിട്ട് ചെന്ന സമയത്ത് ആണല്ലോ, അദ്ദേഹത്തിന് പരാതി ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂടി ചെയ്ത പണിയാണെന്നാണല്ലോ അതിന്റെ അർത്ഥം. നോക്കാലോ നമുക്ക്. ഇന്ന് കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. ഇതുവരെ അങ്ങനെ കൊണ്ടുവന്ന് തീർക്കേണ്ടതല്ലോ ഇത്. തീർച്ചയായും അത് തന്നെ വലിയ ഒരു പ്രതിഷേധത്തിൽ തന്നെയാണ് വിശ്വാസികളും ഭക്തരും ഇവിടെയുള്ളത്. നമ്മൾ അവർ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടു. കാരണം ഇത്ര സമയമായിട്ടും ഇവിടെ എത്തിച്ചിട്ടില്ല. ഇന്ന് 8-ാം തീയതി എത്തിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് മുൻ എക്സിക്യൂട്ടീവ് വിനോദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. വിനോദിന്റെ കൈവശമാണ് ഈ ഒരു സ്വർണം അടക്കമുള്ളവ എന്നാണ് ഇവിടുത്തെ ദേവസ്വം ബോർഡ് ജീവനക്കാർ പറയുന്നത്. 2016 മുതലാണ് ഈ എക്സിക്യൂട്ടീവ് ഈ ഒരു എക്സിക്യൂട്ടീവ് അംഗം ഈ 20 പവൻ കൊണ്ടുപോയി എന്നാണോ പറയുന്നത്?
അങ്ങനെയാണ് ദേവസ്വം ബോർഡ് ജീവനക്കാർ പറയുന്നത്. പക്ഷേ കൃത്യമായി തന്നെ കണക്കുകൾ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പലർക്കും ഇതിൽ കൃത്യമായി തന്നെ പങ്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു വലിയ തട്ടിപ്പോ കവർച്ചയോ ഒന്നും തന്നെ നടക്കാൻ കഴിയില്ല. കൃത്യമായി പലരും ഇതിൽ കൂട്ടുനിന്നിട്ടുണ്ട്. കാരണം ഇത് ഒരു ദേവന്റെ മുതലാണ്. വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി സമർപ്പിക്കുന്ന ഒരു വസ്തുക്കളാണ്. സ്വർണവും അടക്കമുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് അവർ സമർപ്പിക്കുന്നത്. പക്ഷേ ഇതിൽ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡാണ് ഇതെല്ലാം തന്നെ സൂക്ഷിക്കുന്നത്. പക്ഷേ അവർ സൂക്ഷിച്ചിട്ടില്ല. അവർ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച്, കാരണം നമുക്കറിയാം മലബാർ ദേവസ്വം ബോർഡിലും മറ്റ് ദേവസ്വം ബോർഡുകളിലും അടക്കം കമ്മ്യൂണിസ്റ്റുകാരാണ് പ്രധാനമായും അതിന്റെ തലപ്പത്തിരിക്കുന്നത്. അവർക്ക് സ്വാഭാവികമായും വിശ്വാസം. കോഴിക്കോട് ബാലുശ്ശേരിയിലെ വേട്ടയ്ക്കൊരു മകൻ പരദേവതാ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ സ്വർണ്ണ കവർച്ച നടന്നിരിക്കുന്നു. ആ സ്വർണ്ണ കവർച്ചയിലുള്ള പ്രതിഷേധമാണ് വിശ്വാസികൾ ഉയർത്തുന്നത്. അതിശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഓഫീസറുടെയും ഈ ക്ലർക്കിന്റെയും ഒക്കെ ഒത്താശയോടുകൂടി കള്ളൻ മാതൃക കാണിച്ചു എന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം വരും. പരാതി ഒരു സ്റ്റേഷനിലേക്ക് പരാതി എഴുതിയിട്ടില്ലേ? ഇത്ര സമയം ആരെ കാത്തിക്കുന്ന കള്ളനെ കാത്തിക്കുക? 10-15 ദിവസമായിട്ടല്ലോ. ഇപ്പോഴാണല്ലോ ഈ ആളുകൾ കൂടിയത്. ഇപ്പോഴാണല്ലോ നിങ്ങൾ ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കാന്ന് മനസ്സിലായിക്കൊള്ളി. ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുകയാണ് നിങ്ങളെ കള്ളത്തരോ. ഇവിടെ കുത്തി നടത്തിയുള്ള ഭരണസമിതി അവർക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. മലബാർ ദേവസ്വം ബോർഡ് അവർക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. കുറെ മാസങ്ങളായിട്ട് ദേവന്റെ സ്വത്ത് ആരോ കയ്യിലാണുള്ളത്. അത് തിരിച്ചു കൊണ്ടു തന്നാൽ നിങ്ങളെ പ്രശ്നം തീർന്നു. ഇത് എവിടുത്തെ നീതിയാ? എവിടുത്തെ നാട്ടു നടപ്പാ? നിങ്ങളെ സ്വത്താണോ? ഇത് വിശ്വാസികൾ തന്നല്ലേ? ഇയാൾ അറിയാതെ ഒന്നും നടക്കില്ല. ആ ഓഫീസറെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇയാളാണ്. യൂണിയന്റെ സ്വാധീനത്തിൽ ഇദ്ദേഹം CITUവിന്റെ ഇതിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഇയാളാണ് വിനോദ് എന്ന് പറഞ്ഞ ഓഫീസറെ 2 തവണ ഇങ്ങോട്ട് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത് മറ്റു സ്ഥലത്തേക്ക്. കാരണം ആ ഓഫീസർ എന്താ ചെയ്യുക, എല്ലാ സ്വാധീനം താക്കോലടക്കം അയാളെ ഏൽപ്പിച്ചാൽ പോലെ എനിക്കറിയാം. ചെക്കുകൾ ഒപ്പിട്ട് കൊടുക്കുക, വിവാഹ സർട്ടിഫിക്കറ്റുകളൊക്കെ ആദ്യം ഒപ്പിട്ട് കൊടുക്കുക, എല്ലാ ഉത്തരവാദിത്വം ഇയാൾക്കാണ്. ഇവിടുത്തെ എന്ത് പോയി അയാൾ വിനോദാണ്. ഇയാൾ പറയാണ്ട് ഈ ഏത് ഓഫീസർ വന്നാലും നിങ്ങൾക്ക് വേണം ഇവിടുത്തെ എല്ലാ സാമ്പത്തിക ഇടപാട് നടത്തുന്നത് എല്ലാം പറയാം. ഈ ഓഫീസർ ഇവിടുത്തെ എല്ലാ ഓഫീസർമാരും ഇയാൾക്ക് എല്ലാ സ്വാധീനവും ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ പാർട്ടിന്റെ എല്ലാ CPMന്റെ എല്ലാ, ഞാനൊരു CPM കാരനാണ്. പക്ഷെ ഞാൻ അടിയടുത്ത CPM കാരനാണ്. ഇയാൾ മാതിരി കള്ളത്തിന് കൂട്ടുന്ന ആളല്ല. അതാ ഞങ്ങളിവിടെ മിണ്ടാതെ നിന്നോ. ഞങ്ങളിവിടെ മിണ്ടാതെ നിന്നോളാം നിങ്ങൾ എഴുതിക്കോളൂ. അതെ, ഞങ്ങളിവിടെ മിണ്ടാതെ നിന്നോളാം നിങ്ങൾ എഴുതിക്കോളൂ. വേണ്ടാന്നേ നിങ്ങൾ എഴുതിക്കോളൂ. ഞങ്ങളിവിടെ മിണ്ടാതെ നിന്നോളാം. മനസ്സിലായല്ലോ? ഞങ്ങൾ 4 ആളെ കയറിയിട്ട് ഈ ഓഫീസറോട് ഞങ്ങൾ പറഞ്ഞത് പരാതി ഇവിടുത്തെ ഭരണസമിതിന്റെ ആളല്ലായിരുന്നു നേരത്തെ പഴയ കാലത്ത് ഭരണസമിതി. ബാലുശ്ശേരിയിലുള്ള വേട്ടയ്ക്കൊരു മകൻ പരദേവത ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രമാണ്. അവിടെ നിന്ന് കളവ് പോയി എന്ന് പറയുന്നത് 20 പവനോളം സ്വർണമാണ്. ഭഗവാന് വിശ്വാസികൾ സമർപ്പിച്ച 20 പവനോളം നഷ്ടമായി എന്നുള്ളതാണ്. ഇതിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. ഇത് ഇന്ന് 12 മണിക്കുള്ളിൽ ഈ 20 പവനും തിരിച്ചെത്തിക്കണം, അല്ല എങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകണം. ഇതായിരുന്നു വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശിവദാസിലേക്ക് പോവുകയാണ്. ശിവദാസ്, ഈ 20 പവനോളം സ്വർണം ഇന്ന് 12 മണിക്കുള്ളിൽ എത്തിക്കാം എന്നാണ് ഇവർ നൽകിയിരുന്ന ഉറപ്പ്, അല്ലേ? അപ്പോൾ ഈ സ്വർണം തിരിച്ചെത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോകണം എന്ന നിർബന്ധം പിടിക്കുന്ന വിശ്വാസികളെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ തന്നെ അല്ലേ ശിവദാസ്?
തീർച്ചയായും രാഖി പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ആയിരുന്നു തീയതി പറഞ്ഞിരുന്നത്. ഇന്ന് സ്വർണം എത്തിക്കാം, 8-ാം തീയതി സ്വർണം എത്തിക്കണം എന്നായിരുന്നു ദേവസ്വം ബോർഡിലെ നിലവിലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയിരുന്ന നിർദ്ദേശം. പക്ഷേ ഇപ്പോഴും ഇതുവരെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൂചനയും ഒരു ഇടപെടലും ഒന്നും ശിവദാസ്, തന്നെ ഈ നടക്കുന്നില്ല. സ്വർണം അതായത് എവിടെ ഇപ്പോൾ പോയി മുൻ എന്നാണ് ഈ ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്? രണ്ടാൾ വരാൻ പറഞ്ഞില്ലല്ലോ, എടുത്തു. അതായത് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 2016 മുതൽ വിനോദൻ എന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ഈ ക്ഷേത്രത്തിലെ ഉരുപ്പടികളുടെ എല്ലാം തന്നെ കസ്റ്റോഡിയൻ, അതായത് കൈവശം വയ്ക്കുന്നത്, അതിൻ്റെ ചുമതല എല്ലാം വഹിക്കുന്നത് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. അതിനുശേഷം 2023 വരെ ഈ ക്ഷേത്രത്തിൻ്റെ ചുമതല ഈ എക്സിക്യൂട്ടീവ് ഓഫീസർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് 2 എക്സിക്യൂട്ടീവ് ഓഫീസർ പുതുതായി ചുമതലയിൽ ഉണ്ടായിരുന്നു. അതായത് 2023 ശേഷം 2 എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നു. പക്ഷേ അതിനു മുൻപുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ, അതായത് ഇവിടെ നിന്നും മാറിപ്പോകുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ അത്തരത്തിലുള്ള കണക്കുകളോ കൃത്യമായ വിവരങ്ങളോ ഒന്നും തന്നെ പിന്നീട് വന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക് നൽകിയിട്ടില്ല. ആ പഴയ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കൈവശം തന്നെയാണ് ഈ ഒരു സ്വർണവും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ മറ്റു ചില വസ്തുക്കളടക്കം ഉള്ളത് എന്നാണ് നിലവിലുള്ള ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത്. പക്ഷേ അതായത് ശിവദാസ്, ഇത് കുടുംബസ്വത്തല്ലോ. വിശ്വാസികൾ ഭഗവാന് സമർപ്പിച്ച 20 പവൻ സ്വർണമാണ്. അത് കസ്റ്റഡിയിൽ ഇപ്പോഴും വയ്ക്കാൻ അദ്ദേഹം ആരാണ്? അദ്ദേഹം എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? നിലവിൽ അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് വ്യക്തമല്ല. കാരണം ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. ഈ ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് അങ്ങനെയാണോ? അതായത് ഞങ്ങൾ ഈ വിനോദിനെ ബന്ധപ്പെട്ടിരുന്നു, ഇദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഇദ്ദേഹം 12 മണിക്ക് മുൻപ് ഈ സ്വർണം എത്തിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്, അങ്ങനെയായിരുന്നു ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞിരുന്നത്? തീർച്ചയായും ക്ഷേത്രം ഭാരവാഹികൾ നിലവിലുള്ള ജീവനക്കാർ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. അതായത് ഇന്നാണ് 8-ാം തീയതിയാണ് ഡേറ്റ് നൽകിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് മുൻപ്, അതായത് 12 മണിക്ക് മുൻപായി ഇവിടെ എത്തിക്കാം എന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിരുന്നു എന്നാണ് നിലവിലുള്ള ജീവനക്കാർ പറയുന്നത്. പക്ഷേ കൃത്യമായി തന്നെ ഇത് വലിയ ഒരു കവർച്ച തന്നെയാണ്. കാരണം ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. കൃത്യമായി തന്നെ അതിന് പിന്നിൽ മറ്റുള്ള പലരുടെയും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം